Hi, hello, and welcome back to Leap by IAS Factor. നമ്മുടെ 5 MCQസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. Here is the first question. Consider the following statements regarding green term ahead market and initiative by the power sector. So, GTAM-നെ കുറിച്ചിട്ടാണ് ചോദ്യം. ഇത് നമ്മുടെ മുന്നൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ ഒരു എനർജി എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ന്യൂസ്. സോ ആ ഒരു സെയിം സെഗ്മെന്റിൽ തന്നെ വരുന്ന മറ്റൊരു ടേം ആണ് ഗ്രീൻ ടേം അഹെഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചിട്ടാണ് ചോദ്യം. ആ വാക്ക് ആദ്യം ശ്രദ്ധിക്കുക, ഗ്രീൻ ടേം അഹെഡ് മാർക്കറ്റ്. കാരണം അത് നിങ്ങളെ സ്റ്റേറ്റ്മെന്റ്സ് ക്രാക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ മെക്കാനിസം ഫോർ ട്രേഡിംഗ് ഇൻ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം നോൺ റിന്യൂവബിൾസ് എനർജി സോഴ്സസ്. സോ എന്താണ് ഇവിടെ തെറ്റാനുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പം ഇനി നമുക്ക് പേരിലേക്ക് തിരിച്ചു നോക്കിക്കേ. ഗ്രീൻ ടേം അഹെഡ് മാർക്കറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഗ്രീൻ എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഗ്രീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് നോൺ റിന്യൂവബിൾ ആയിരിക്കാൻ സാധ്യതയില്ലല്ലോ. ഇറ്റ് ഷുഡ് ബി റിന്യൂവബിൾ അല്ലേ? റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റിയുടെ ട്രേഡിങ്ങിനെ ആയിരിക്കണമല്ലോ ഗ്രീൻ ടേം അഹെഡ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് വൺ ഈസ് റോങ്. And second one, നോക്കൂ, the transactions in the GTAM are limited to power traded through long-term power purchase agreements. Long-term power purchase agreementsൽ കൂടെയുള്ള ട്രാൻസാക്ഷൻസിലേക്ക് മാത്രമായിട്ട് ചുരുക്കുകയാണ് GTAM. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ചില വാക്കുകൾ ശ്രദ്ധിക്കാതെ, ലിമിറ്റഡ് ടു, ലിമിറ്റഡ് ടു, കണ്ടോ? ലിമിറ്റഡ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്ട്രീം ആക്കുക. അതായത് ലോങ് ടേം പവർ പർച്ചേസിൽ കൂടെ ഉള്ള ട്രാൻസാക്ഷൻസിനെ മാത്രമേ GTAM വഴി നടത്താനൊക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അത് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ, ഒരു എക്സ്ട്രീമിറ്റി വരിക അല്ലേ? അല്ലെങ്കിൽ ലോങ് ടേമും പറ്റും എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ലോങ് ടേമിലേക്ക് ലിമിറ്റ് ചെയ്യുക, ലോങ് ടേം മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. സോ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എന്താണ്, ഈ എക്സ്ട്രീം കീവേഡ്സ് വരുമ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണല്ലോ. ഞാൻ പറയുന്നത് എന്താ, നമുക്ക് GTAM-നെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്തെടുക്കും, ഇതും റോങ് ആണെന്ന് കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടെണ്ണം എന്തായി, തെറ്റായി. സോ നമ്മൾ ഡി, നെയ്തർ വൺ നോർ ടു എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നു. നോക്കൂ, GTAM എന്ന് പറയുന്നത് പാൻ ഇന്ത്യ ഇലക്ട്രിസിറ്റി മാർക്കറ്റ് ഫോർ ട്രേഡിംഗ് റിന്യൂവബിൾ എനർജി ആണ്. അത് നമ്മുടെ ഗ്രീൻ എന്നുള്ള വാക്കിൽ തന്നെ കിടപ്പുണ്ട്. അതിനകത്ത് സോളാറും നോൺ സോളാറുമായിട്ടുള്ള എന്ത് റിന്യൂവബിൾ സോഴ്സസിന് ഉൾപ്പെടുത്താം ഓൺ എ ഷോർട്ട് ടൈം ബേസിസ്. അപ്പം പ്രധാനമായിട്ടും എന്താണ് ഈ GTAM-ൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈലാറ്ററൽ കോൺട്രാക്ട്സ് ഉണ്ടാക്കും. അതായത് ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള ആൾക്കും ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ള ആളും തമ്മിൽ എന്തുണ്ടാക്കും, കോൺട്രാക്ട്സ് ഉണ്ടാക്കും, ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. അത് അവർ പറയുന്ന ഡ്യൂറേഷനിലേക്കായിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, ആ പറയുന്ന ഡ്യൂറേഷനിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അവിടെ ഷോർട്ട് ടേമും പോസിബിൾ ആണ്, ലോങ് ടേമും പോസിബിൾ ആണ്. അപ്പോൾ ലോങ് ടേമിലേക്ക് മാത്രമാണ് ഒതുക്കുക എന്ന് പറയുന്നത് എന്താണ്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഷോർട്ട് ടേമിനാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. Second question, the term ring of fire often mentioned in news is most closely associated with which phenomenon? അപ്പൊ റിംഗ് ഓഫ് ഫയർ എന്നും പറഞ്ഞ് നമ്മൾ പത്രത്തിൽ കാണാറുള്ള ആ പ്രതിഭാസം എന്താണ് എന്നാണ് ചോദ്യം. നോക്കൂ, ഓപ്ഷൻ എ മേജർ ഗ്ലോബൽ പാറ്റേൺ ഓഫ് ഡീപ് സീ ട്രെഞ്ചസ്, വോൾക്കാനിക് ആർക്സ് ആൻഡ് എർത്ത് ക്വേക്സ്. ഓക്കെ, റിംഗ് ഓഫ് ഫയർ. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും, ഫയറിന്റെ ഒരു റിങ് അല്ലേ? ഞാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നോർമൽ ലോജിക്ക് വെച്ച് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു ചോദ്യം. അപ്പം ഫയറിന്റെ ഒരു റിങ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഫയറിന്റെ കമ്പോണന്റ് എവിടെ വരുന്നുണ്ട്, നമുക്കിവിടെ വോൾക്കാനോ എന്ന് പറയുന്നിടത്ത് ഒരു ഫയറിന്റെ കമ്പോണന്റ് വരുന്നുണ്ട്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ പെൻഡിങ്ങിൽ വെക്കാം. ഓപ്ഷൻ ബി, എ സ്പെസിഫിക് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ പാറ്റേൺ കോസിങ് ഹീറ്റ് വേവ് അക്രോസ് ട്രോപ്പിക്സ്. അതിനത്ര സാധ്യതയില്ല. ഹീറ്റ് വേവ് എന്നൊക്കെ പറയുന്നത് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ ഇട്ടേക്കുന്ന പോലെ ഒരു തോന്നലുണ്ടല്ലേ. ഓപ്ഷൻ സി നോക്കിയേ, ദി ബാൻഡ് ഓഫ് ഹൈലി പൊല്യൂട്ടഡ് എയർ സറൗണ്ടിങ് മേജർ ഇൻഡസ്ട്രിയൽ റീജിയൻസ്. അതും തെറ്റ്. അവിടെയും ഈ പറയുന്ന ഫയറിന്റെ കമ്പോണന്റ് ഒന്നും ഇല്ല.
ദി സോൺ ഓഫ് ഹയസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഇൻ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ്. അവിടെയും റിങ് ഓഫ് ഫയർ എന്നൊന്നും വിളിക്കേണ്ട ഒരു സാധനമില്ല. പിന്നെ മാത്രമല്ല, ഈ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് റിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കുറവാണ് അല്ലേ? കാരണം ഇക്വേറ്ററിൽ കൂടി ഇങ്ങനെ കിടക്കുന്ന സാധനമല്ലേ. സോ ഇപ്പൊ നോക്കുമ്പോൾ എവിടെ നമ്മൾ എത്തിയിരിക്കുന്നു? ഓപ്ഷൻ എ എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്താണ്? പാറ്റേൺ ഓഫ് ഡീപ് സീ ട്രെഞ്ചസ്, വോൾക്കാനിക് ആർക്സ് ആൻഡ് എർത്ത് ക്വേക്സ്. അപ്പം ഇതുവരെ ഒരിക്കൽ പോലും ജോഗ്രഫി ടെക്സ്റ്റിൽ നിന്നും റിംഗ് ഓഫ് ഫയർ എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവർ ദാ ഈ ഇമേജിലേക്ക് നോക്കുക. റിംഗ് ഓഫ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. നോക്കൂ, ഇതാ ഇവിടെ കൊടുത്തേക്കുന്ന ആ ഒരു ഏരിയ കണ്ടോ? ഇങ്ങനെ തുടങ്ങി ഈ വരുന്ന ഏരിയ, അതായത് പസഫിക് ഓഷ്യനെ ചുറ്റിയുള്ള ഈ ഏരിയ നോക്കൂ. ഇവിടെ ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഫിലിപ്പൈൻസ് കിടപ്പുണ്ട്, ജപ്പാൻ കിടപ്പുണ്ട്, റഷ്യയുടെ ചില ഭാഗങ്ങൾ കിടപ്പുണ്ട്. ഇങ്ങനെ വന്ന് അമേരിക്കാസിന്റെ വെസ്റ്റേൺ സൈഡിലേക്ക് വരുന്നു. അമേരിക്ക എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്, എല്ലായിടവും ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം. എന്താ ജാവ ജാവ ട്രഞ്ചൊക്കെ എവിടെയാ ഉള്ളത്? ജാവ എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ജാവ ട്രഞ്ചൊക്കെ. ഈ ജാവയുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത സ്ഥിരമായിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇന്തോനേഷ്യയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വോൾക്കാനിക് എറപ്ഷൻസ് നടക്കാറുണ്ട്, ജപ്പാനിൽ നടക്കാറുണ്ട്. എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആ ഒരു ഒരു എന്താ കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പ്ലേറ്റ്സിന്റെ പ്രത്യേകതകൾ കാരണമാണ്. മനസ്സിലായോ? അപ്പം അത് കാരണം അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഡീപ് സീ ട്രെഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, വോൾക്കാനിക് ആർക്സ്, ഒരുപാട് വോൾക്കാനോസ് ഉണ്ടാവുന്നുണ്ട്, എർത്ത് ക്വേക്സ് ഉണ്ടാക്കുന്നുണ്ട് ഫ്രീക്വന്റ് ആയിട്ട്. അതുകൊണ്ടാണല്ലോ അവിടെയൊക്കെ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ സുനാമി പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈവൻ കുറച്ച് മുകളിലോട്ടാണ് പസഫിക്കിന് കുറച്ച് മുകളിലോട്ടാണെങ്കിൽ ഉറപ്പാണ് ജപ്പാനിൽ സ്ഥിരമായിട്ട് സുനാമി അടിക്കുന്നു അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നു നമ്മൾ കേൾക്കുന്നുണ്ട്. ജാവയിലും സുമാത്രയിലും പണ്ട് ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് ഇന്ത്യൻ ഓഷ്യനിൽ സുനാമി അടിച്ചിട്ടുള്ളത്. സോ ഏറ്റവും കൂടുതൽ, അതായത് റഫ്ലി 90% ഓഫ് ഓൾ എർത്ത് ക്വേക്സ് ഒക്കർ അലോങ് റിംഗ് ഓഫ് ഫയർ. ഈ റിംഗ് ഓഫ് ഫയറിലാണ് ലോകത്തിലെ 90% എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്. ആൻഡ് 75% ഓഫ് ആക്റ്റീവ് വോൾക്കാനോസും എവിടെയാണുള്ളത്? ഈ റിംഗ് ഓഫ് ഫയറിൽ തന്നെയാണുള്ളത്. ഇതാണ് ഇതിന്റെ ജോഗ്രഫിക്കൽ പ്രത്യേകത. കൺസിഡർ ദി ഫോളോയിങ് പേഴ്സ്. മിലിറ്ററി എക്സസൈസും പാർട്ട്ണർ കൺട്രിയുടെയും പേര് തന്നിട്ടുണ്ട്. സമുദ്രശക്തി നൊമാഡിക് എലിഫന്റ് ഗരുഡ. നേരെ മറിച്ച് അപ്പുറത്തെ സൈഡിൽ ഇന്തോനേഷ്യ, ഫ്രാൻസ്, മംഗോളിയ. ഇതിൽ എത്ര പേരാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത് എന്നാണ് ചോദ്യം. ഞാനെപ്പോഴും പറയുന്നത് ഒന്നും പേരുകൾ ഓർത്ത് വെക്കൽ നമുക്ക് നടക്കത്തില്ല. കാരണം ചില രാജ്യങ്ങളുമായിട്ട് നമുക്ക് നേവൽ എക്സസൈസ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ എക്സസൈസ് ഉണ്ട്, മിലിറ്ററിയുടെ എക്സസൈസ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ പേരുകളെല്ലാം കൂടെ ഓർത്തിരിക്കലും നടക്കുന്ന കേസല്ല. പക്ഷേ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന യുണീക്ക് നെയിംസ് ഉണ്ട്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു പേരാണ് നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ നിങ്ങൾ നോക്കി ഗരുഡ, ശക്തി, സമുദ്രശക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമൺ വാക്കുകളാകുമ്പോൾ ഇവിടെ നോക്കി നൊമാഡിക് എലിഫന്റ് എന്നൊരു പേര്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആനയോ? ആണോ നൊമാഡിക് എലിഫന്റ്? അതുപോലെയൊക്കെ ഒരു പേരില് വേറെ ഒരു മിലിറ്ററി എക്സസൈസും നമുക്ക് കാണാനൊക്കത്തില്ല. നൊമാഡിക് എലിഫന്റ് അല്ലെങ്കിൽ നൊമാഡിക്ക് ചേർത്തിട്ട് മറ്റൊരു പേര്, അല്ലെങ്കിൽ എലിഫന്റ് ചേർത്തിട്ട് മറ്റൊരു പേരിൽ നമുക്ക് കാണാനൊക്കത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അറിഞ്ഞിരിക്കുക. അതൊരിക്കലും ഫ്രാൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മംഗോളിയ. കണ്ടോ, മംഗോളിയ വീണ്ടും എന്താണ് ഈ കുറച്ചുകൂടെ, എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടെ യുണീക്നെസ് തരുന്ന ഒരു രാജ്യമാണ്. കാരണം അത് നമ്മളെപ്പോഴും ന്യൂസിൽ കാണുന്ന ഒരു രാജ്യമല്ല. ചൈനയുടെയും റഷ്യയുടെയും ഇടയ്ക്ക് വിട്ടുപോയേക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ടല്ലേ മംഗോളിയക്ക്. ചെങ്കിസ് ഖാനും അങ്ങനെ അവരൊക്കെ വന്നിരിക്കുന്ന ഈ മംഗോളിയൻ ഏരിയയിൽ നിന്നാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ എന്താ പറയേണ്ടത്, ഒരു കൗതുകമുണർത്തുന്ന ഒരു രാജ്യമാണ് മംഗോളിയ. അവരുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു എക്സസൈസിന്റെ പേര് നൊമാഡിക് എലിഫന്റ് എന്നും കൂടെയാണ്. അപ്പോൾ അത് ഫ്രാൻസ് അല്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ താഴെ മംഗോളിയ കിടപ്പുണ്ട്. സ്വാഭാവികമായിട്ടും മംഗോളിയയ്ക്ക് നേരിൽ കിടക്കുന്ന ഗരുഡയും തെറ്റാനുള്ള സാധ്യതയല്ലേ ഉള്ളത്?
സോ എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഒന്നുകിൽ നണ്ണെന്ന് അടിക്കുക, അല്ലെങ്കിൽ വണ്ണുള്ളി അടിക്കുക. 50-50 എത്തിക്കഴിഞ്ഞോ നമുക്ക് ഇഷ്ടമുള്ളത് അടിക്കണം. സമുദ്രശക്തി ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. Nomadic elephant is between India and Mongolia, and Garuda is between India and France. So, right answer is only one pair is right. നോക്കൂ, മറ്റൊരു ടേമാണ് പത്രത്തിൽ വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ. ഈ യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ നമ്മൾ ആസ്പിരൻസ് ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു 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 സാധനമാണ് ഈ യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ. കാരണം അതൊരു പത്രത്തിൻ്റെ അകത്ത്, ന്യൂസിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ എപ്പോഴും പറയുന്നത്, യൂണിവേഴ്സൽ എന്നുള്ള വാക്കിൻ്റെ മീനിങ് അറിയാം, പീരിയോഡിക് അറിയാം, റിവ്യൂ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിന് ശ്രദ്ധ കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ UPSC ചോദിക്കും. നോക്കൂ, യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ, യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ. അപ്പോൾ എന്തോ യൂണിവേഴ്സലായിട്ട് നടക്കുന്നുണ്ട്, അതൊരു പീരിയോഡിക് റിവ്യൂ ആണ്. Option A, it is a peer review mechanism under the United Nations Security Council to assess global peacekeeping operations. Global peacekeeping operations assess ചെയ്യാനായിട്ട് UN സെക്യൂരിറ്റി കൗൺസിൽ നടത്തുന്ന ഒരു പിയർ റിവ്യൂ മെക്കാനിസം ആണ് ആവാം. കാരണം യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ എന്നൊക്കെയാണല്ലോ പറയുന്നത്. Second, it is a biennial review conducted by UNESCO to evaluate global education standards. അതൊരു കുറച്ചും കൂടെ AU-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സാധ്യത കുറവായതുകൊണ്ട് ഞാൻ അതിനെ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് എ റിവ്യൂ പ്രോസസ് കണ്ടക്ടഡ് ബൈ വേൾഡ് ബാങ്ക് ടു ഇവാലുവേറ്റ് ഇക്കണോമിക് റിഫോംസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. വീണ്ടും അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഈ എക്കണോമിക് റിഫോംസോ ലിബറലൈസേഷൻ നടത്തുന്നു, അതിൻ്റെയൊക്കെ ഒരു ഇപ്പം അതൊന്നും ആരും ഒരു വലിയ രീതിയിൽ കാര്യമാക്കുന്ന റിവ്യൂകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. And option D, it is a mechanism under UN HRC, United Nations Human Rights Council, to assess human rights records of all UN member states. UNHRC നടത്തുന്ന മെമ്പർ കൺട്രീസിലുള്ള ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻസിനെ കുറിച്ചും അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും അങ്ങനത്തെ ആ റെക്കോർഡ്സിനെ കുറിച്ചുള്ള അസസ്മെൻ്റ് ആണ്. സോ A ആവാം, D ആവാം. ഇവിടെ നിങ്ങളുടെ ലോജിക്കാണ് വേണ്ടത്. A ആവാം, D ആവാം. ഗ്ലോബൽ പീസ് കീപ്പിങ്ങിന് പുറകിന് പോകണോ, അതോ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡ്സിനെ കുറിച്ച് പോകുന്നു? കുറച്ചും കൂടെ കറണ്ട് റിലവൻസ് നോക്കുകയാണെങ്കിൽ എവിടെ അടിക്കാം നമുക്ക്? കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുന്നില്ലേ? സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡിക്ക് അടിക്കാൻ വേണം. ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ആൻഡ് യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4.5 വർഷം കൂടുമ്പോഴാണ് ഓരോ കൺട്രികളെയും എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക. അതായത് UNHRCയിലെ മെമ്പർ കൺട്രീസ് ചേർന്നിട്ട്, അതൊരു പിയർ റിവ്യൂ മെക്കാനിസം തന്നെ അവിടെയും വരുന്നത്. അപ്പോൾ UN മെമ്പർ കൺട്രീസ് ചേർന്നിട്ട് ഓരോ രാജ്യങ്ങളിലുമുള്ള ആ രാജ്യങ്ങളിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അവർ പരസ്പരം ചെക്ക് ചെയ്യും. ആ പരിപാടിയാണ് യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ എന്ന് പറയുന്നത്. അതായത് ആ രാജ്യം സ്വതവേ അവരുടെ ഡേറ്റ കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഡ്രിവൺ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് സമീപിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കകത്ത് നടന്നിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിൻ്റെയൊക്കെ ഡേറ്റ കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ പ്രോസസ്സ് സക്സസ്ഫുൾ ആവത്തുള്ളൂ. അങ്ങനെ കൊടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും അത് സ്റ്റാർ ഇട്ടിട്ട് അവിടെ മാറ്റി വെക്കും, അവർ ഡേറ്റ തന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ രാജ്യങ്ങളെ എടുത്തെടുത്ത് വരുമ്പോൾ ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യ ഈ വർഷം ഇന്ത്യയുടേത് റിവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4.5 വർഷം കഴിയുമ്പോഴാണ് വീണ്ടും ഇന്ത്യയുടേത് റിവ്യൂ നടത്തുക. അതിൻ്റെ UNHRCയെ കുറിച്ചൊക്കെ നോക്കി വെക്കുക. കാരണം 2000s ശേഷം നിലവിൽ വന്നിട്ടുള്ള ഒരു UN ബോഡിയാണ് UNHRC. ജനീവയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം അങ്ങനത്തെ ബേസിക് കാര്യങ്ങളും കൂടെ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. വീണ്ടും എൻവയോൺമെന്റിൽ നിന്നൊരു ചോദ്യം. 3 ക്ലൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂവിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത് വിച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി എബോവ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്. ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയയെ കുറിച്ചാണ് ഈ 3 ക്ലൂസ് ഇവിടെ തന്നിരിക്കുന്നത്? ആദ്യത്തെ ക്ലൂ നോക്കൂ, ഡെസിഗ്നേറ്റഡ് ആസ് എ റാംസർ സൈറ്റ്. സോ ഒരു വെറ്റ്ലാൻഡ് ആണ്, റാംസർ സൈറ്റ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രോവ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. സോ അതാണ് ഏറ്റവും വലിയ ക്ലൂ. കാരണം എന്താ, റാംസർ സൈറ്റുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഇന്ത്യയിലെ മാംഗ്രോവ്സിന്റെ വളരെ കുറവാണ് എണ്ണം ഉള്ളത്. അതിനകത്ത് തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നുമുണ്ട്. ആൻഡ്
Third clue, inundated with waters from the rivers ബ്രാഹ്മണി ആൻഡ് ബൈതരണി. ബ്രാഹ്മണിയും ബൈതരണിയും ഒക്കെ ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ചെന്ന് കടലിൽ പതിക്കുന്ന ഏരിയ ഏതാണെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസ്ഥാനം കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സുന്ദർബൻസ്, കാരണം സുന്ദർബൻസ് ആണ് ലാർജസ്റ്റ് മാംഗ്രോവ് ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം അവിടെ വെച്ച് നമുക്ക് സുന്ദർബൻസ് കട്ട് ചെയ്യാം, കാരണം സെക്കൻഡ് ലാർജസ്റ്റിനെ കുറിച്ചാണ് ചോദ്യം. ഇനിയും കിടക്കുന്ന കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഭീതർകണിക നാഷണൽ പാർക്ക്, ബെത്ല നാഷണൽ പാർക്ക്, മൂന്നെണ്ണം ബാക്കി കിടപ്പുണ്ട്. ബെത്തല എവിടാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരു ആസ്പിറൻസ് എന്തെടുക്കണം എന്നറിയാമോ? നമ്മുടെ പത്രത്തിൽ വരുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിക്കോട്ടെ, ടൈഗർ റിസർവ് ആയിക്കോട്ടെ, നാഷണൽ പാർക്ക് ആയിക്കോട്ടെ, നിങ്ങളിത് മാപ്പിലൊന്ന് എപ്പോഴും ലൊക്കേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഇതിൻ്റെ വലിയ 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 ഡേറ്റ പഠിക്കുന്നതിനേക്കാളിലും ആ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്, മാപ്പിൽ അത് എവിടെയാണ് പ്ലേസ്ഡ് ആവുന്നത് എന്നൊന്ന് നിങ്ങൾ നോക്കി വെക്കുന്നത് എപ്പോഴും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിന് നമുക്ക് തിരിച്ചെത്താം. അപ്പോൾ നോക്കൂ, സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രോവ് എക്കോസിസ്റ്റം ബ്രാഹ്മണി ബൈതരണി റിവേഴ്സ്. സോ ബ്രാഹ്മണി ബൈതരണി റിവേഴ്സ് ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റ്സിലേക്ക് നമ്മളെ നയിച്ചിരിക്കണം. ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മളെ നയിച്ചിരിക്കണം. ഇനിയും ഇപ്പോഴും ഒഡീഷയിൽ പെടുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്രിപ്പറേഷൻ പൂർണ്ണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദി റൈറ്റ് ആൻസർ ഈസ് ഭീതർകണിക നാഷണൽ പാർക്ക് ഇൻ ഒഡീഷ. ഭീതർകണിക നാഷണൽ പാർക്കാണ് ശരി ഉത്തരം. ആൻഡ് ഇറ്റ് ഈസ് ദി ഹോം ടു ലാർജസ്റ്റ് കോൺഗ്രിഗേഷൻ ഓഫ് എൻഡേഞ്ചേർഡ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. അപ്പോൾ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലുള്ള എന്താ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിൻ്റെ ഏറ്റവും വലിയ കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നത് ഭീതർകണിക നാഷണൽ പാർക്കിലാണ്. ആൻഡ് ഇവിടുത്തെ മറ്റൊരു യുണീക്കായിട്ട്, അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ഞാനത് വിട്ടിരിക്കുന്നത്. ഈ ഭീതർകണിക നാഷണൽ പാർക്ക് വലിയ രീതിയിൽ നിങ്ങൾക്ക് ഹെറൺട്രി കാണാൻ നോക്കും. ഹെറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ കൊക്ക് പോലത്തെ വലിയ പക്ഷികൾ, അതുങ്ങൾ കൂട്ടമായിട്ട് വന്ന് ഇരിക്കുന്ന സ്ഥലം എന്താ ഈ ഭീതർകണിക നാഷണൽ പാർക്കിനകത്തുണ്ട്. അത് ഭയങ്കര വാസ്റ്റ് ഏരിയകളിൽ ഈ കൊക്ക് പോലൊക്കെ ഇരിക്കും. ഹെറോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷികളാണ്. അതിൻ്റെ മലയാളം പേര് എനിക്കറിയത്തില്ല. ഹെറോൺ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി. HERON കാണാം. ഈ കൊക്ക് പോലൊക്കെ ഇരിക്കും, കൊക്കിനേക്കാളൊക്കെ വലുതാണ്. ഇങ്ങനെ പറന്നു വന്നിട്ടും ഈ ചെറിയ മരങ്ങളിലൊക്കെ വന്നിരിക്കും രാത്രി കാലങ്ങളിൽ, സന്ധ്യാസമയത്തൊക്കെ. അപ്പോൾ അതേപോലെ ഇതുങ്ങളെ വലിയ കൂട്ടമുണ്ട്. വലിയ കൂട്ടങ്ങൾ വന്നിട്ട് ഈ ഭീതർകണിക നാഷണൽ പാർക്കിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനെ ബാഗ ഗഹാന എന്നാണ് അവർ വിളിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിലുള്ള പേര് ഹെറോൺട്രി എന്നാണ്. സോ ഇതും വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സാമിന് വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് അതവിടെ ചേർത്തിരിക്കുന്നത്. സോ മനസ്സിലാക്കുക, ഭീതർകണിക നാഷണൽ പാർക്ക് ഇൻ ഒഡീഷയാണ് സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രോവ് എക്കോസിസ്റ്റം ആയിട്ടുള്ളത്. ആൻഡ് ബെത്തല നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നതല്ല, ബെത്തല ഐ തിങ്ക് ഇസ് ഇൻ ജാർഖണ്ഡ്. ബെത്തല എന്നുള്ള പേര് തന്നെ വന്നത് ഇറ്റ്സ് എൻ അക്രോണിമാണ്. ബെത്തല നാഷണൽ പാർക്കിലെ പ്രധാനപ്പെട്ട 5 മൃഗങ്ങളുടെ പേര് വെച്ചിട്ടാണ് ബെത്തല എന്നുള്ള പേരുണ്ടാക്കിയിരിക്കുന്നത്. സോ ബൈസൺ, എലിഫന്റ്, ടൈഗർ, ലെപ്പേർഡ്, ലാസ്റ്റ് എ എന്ന് പറഞ്ഞ ആക്സിസ് എന്നാണ്. സോ അതൊരു എന്താ ആൻറ്റിലോപ്പ്, ആ ഒരു വർഗത്തിൽപ്പെടുന്ന ഒരു മൃഗമാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രിവിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നോക്കി വെച്ചേക്കുക.